യേശുവിനെ അതേപോലെ അനുകരിച്ച ഒരൊറ്റ ആളേ ഉള്ളൂ പുതിയ നിയമത്തിൽ, അപ്പോസ്തലനായ പൗലോസ്. സ്തോത്രം. ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരിയായിരിക്കുന്നത് പോലെ എന്നെയും അനുകരിപ്പീനെന്ന് പ്രാഗൽഭ്യത്തോടെ പറഞ്ഞ ഒരൊറ്റ വ്യക്തി പൗലോസാണ്. സ്തോത്രം. ആ പൗലോസ് പറയാണ്, എൻ്റെ ഒന്നാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുടർന്നില്ല, പക്ഷേ എൻ്റെ അപ്പനെ എനിക്കറിയാം. 3.5 വർഷം ആരും തുടർന്നില്ല. സ്തോത്രം. എന്നിട്ടും അപ്പൻ പിതാവ് അയച്ചതെല്ലാം ഭംഗിയായി ചെയ്തു തീർത്തു. അങ്ങനെയെങ്കിൽ എൻ്റെ ഓട്ടവും ഓടി തീർക്കുവാൻ എന്നെ കൈവിടാത്ത ഒരു ദൈവമുണ്ട്. പൗലോസ് എഴുതി ചേർത്തു, എങ്കിലും കർത്താവോ എനിക്ക് തുണ നിന്നു. 2 തിമോത്തിയോസ് 4-ാം അധ്യായത്തിൽ കിടപ്പുണ്ടത്. എങ്കിലും കർത്താവോ എനിക്ക് തുണ നിന്നു. സ്തോത്രം. ദൈവമക്കളെ, തുണ നിൽക്കുന്ന ഒരു കർത്താവുണ്ട്. അതുകൊണ്ടല്ലേ നമ്മൾ പാടുന്നത്, തുണയെനിക്കേശുവാം കുറവിനില്ലതാൽ അനുദിനം തന്നിഴലിൻ മറവിൽ വസിച്ചിടും ഞാൻ. തുണയെനിക്കേശുവേ കുറവിനില്ലതാൽ അനുദിനം തന്നിഴലിൻ മറവിൽ വസിച്ചിടും ഞാൻ. അവനെന്റെ സങ്കേതവും അവലംബവും കോട്ടയും, അവനീലാകുലത്തിൽ അവൻ മതിയാശ്രയിപ്പാൻ. അവനെന്റെ സങ്കേതവും അവലംബവും കോട്ടയും, അവനീലാകുലത്തിൽ അവൻ മതിയാശ്രയിപ്പാൻ. തുണയെനിക്കേശുവേ കുറവിനില്ലതാൽ അനുദിനം തൻ നിഴലിൻ മറവിൽ വസിച്ചിടും ഞാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് തുണയായിട്ട് യേശുവുണ്ട്. കരമുയർത്തി നമ്മുടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അതാണ് 8-ാം വാക്യം പറയുന്നത്. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. അപ്പോൾ മാറ്റമില്ലാത്ത വാഗ്ദത്തം മാത്രമല്ല, മാറ്റമില്ലാത്ത വാഗ്ദത്തം തന്ന മാറ്റമില്ലാത്ത യേശു. ഹല്ലേലൂയ. സ്തോത്രം. ആരംഭവും അവസാനവുമില്ലാത്തവൻ, ആരംഭവും അവസാനവുമായവൻ. ഇന്നലെകളിൽ ഈ ദൈവം എങ്ങനെയെല്ലാം ചെയ്തോ ഇന്നും അതുപോലെ ചെയ്യുവാൻ ശക്തി കുറഞ്ഞിട്ടില്ല. നാളെയും അതുപോലെ ചെയ്യാൻ ശക്തി കുറഞ്ഞിട്ടില്ല. അതാ നമ്മുടെ ഉറപ്പ്, അതാ നമ്മുടെ ധൈര്യം. കരമുയർത്തി ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ.